அந்த 2 முதலாளிங்களையும் அவங்க பொண்டாட்டிங்க தெய்வமா மதிக்கிறாங்க. ஆனா அவங்கள பத்தி எனக்கு தானே தெரியும். ஒரு பொண்ணோட ஸ்மெல் கிடைச்சா கூட போதும். நானே ஒரு வாட்டி அவங்கள அடிச்சிருக்கேன்னா பாருங்க. പതുക്കെ വെറുതെ നമ്മളായിട്ട് 2 കുടുംബങ്ങളെ കലക്കണം. எனக்கு ஒன்றும் கலக்க வேண்டாம். என்னை பத்தி தப்பா பேசாம இருந்தா சரி. മീനമ്മ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാവിലെ അവിടെ ഇല്ലായിരുന്നു. அப்படி சொல்லி கொடுங்க அவங்க பொண்டாட்டிங்களுக்கு. പതുക്കെ എന്നോട് പറ, എന്താ രാവിലെ അവിടെ കണ്ടത്? டெய்லி அந்த வழியாக தான் நான் வேலைக்கு வர்றது. இன்னைக்கு வரும்போது காட்டிலேருந்து ஒரு பொண்ணு, தவிட்டு நிறத்துல கண்ணு, ரொம்ப அழகான பொண்ணு. ஐயோ தண்ணி போகுது. ഏയ് അത് പരവായില്ലേ, എന്താ രാവിലെ കണ്ടത് അത് പറ. யார் அது? இங்க என்ன பண்றீங்க? വെറുതെ വന്നാ ചേച്ചി, നല്ല സ്ഥലല്ലേ? இந்த நேரத்துல இங்க இருக்கிறது சேஃப் இல்ல. புலி இறங்குற நேரம் இது. ആണോ? பார்த்து பார்த்து வாங்க. மெதுவா மெதுவா கையை கொடுங்க. வாங்க வாங்க. താങ്ക് യു ചേച്ചി. மலையாளியா? இங்க என்ன பண்றீங்க? ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നാ ചേച്ചി. ദോ അവിടെയാ താമസിക്കുന്നത്. அங்க சஃபர் தானே நான் தங்கி இருந்தது. ആഹാ, സഫറിനെ അറിയോ? പുള്ളിയുടെ കൂടെ തന്നെയാ ഞാൻ വന്നത്. பேக்ல என்ன இருக்கு? ക്യാമറ എക്വിപ്മെന്റ്സ്. ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടാ. ரெசார்ட்டுக்கு எதுக்கு வந்தீங்க? സുമ വീക്കെൻഡ് ട്രിപ്പ്. കോളേജിൽ നിന്ന് ഒരു റിലീഫ്. பாவம் பாவம், காசுக்காக இதெல்லாமா பண்ணுவீங்க? പോക്കറ്റ് മണി വേണ്ട ചേച്ചി. ഇതിലൊക്കെ എന്താ ഇത്ര വലിയ തെറ്റ്? അപ്പോൾ താങ്ക് യു ഫോർ ദ കൈ. പോട്ടെ. நில்லுங்க, நானும் அந்த பக்கமாக தான் வேலைக்கு போகிறேன். நீங்கள் சொல்கிறது உண்மையானு பார்க்கணும்ல, போங்க. இதுதான் அங்கே நடந்தது. இதை நான் சொன்னால் அவங்க பொய் சொல்கிறேன்னு சொல்கிறாங்க. തുറക്കാം. മീനമ്മ നിങ്ങൾ ധൈര്യം ഉங்க വേലയെ பாருங்க. உங்களை யாராலுமே ஒண்ணுமே பண்ண முடியாது. മീനമ്മ പറയുന്നത് അവളുടെ കണ്ണിനൊരു തവിട്ട് നിറമായിരുന്നു എന്നാ. ഇനി കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. നീ ഒന്ന് വിട്ടേ. മീനമ്മ അവളെ കാണുന്നത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാ. അവിടെ നേരെ ക്രോസ് ചെയ്ത ഹൈവേ ആണ്. അവൾ ഇവിടുന്ന് വിട്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. മീനമ്മ അവിടെ കണ്ടതുകൊണ്ടാണ്, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാ അവളെ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നത്. അതൊന്നും അല്ലെന്നേ. നീ ഇതൊന്നും നോക്കി. ഇന്നത്തെ പേപ്പറിൽ വന്ന ന്യൂസാ ഇപ്പോഴാ കണ്ടത്. സ്പോർട്സ് അക്കാഡമി വിദ്യാർത്ഥിനിയും ഹർഡിൽസ് താരവുമായ ഫിസ മക്ബൂലിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. എന്താടാ ഇത്? അവള് പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി ഇതല്ലേ? നീ ഇന്നലെ എത്ര മണിക്ക് അവളെ കണ്ടത്? ഒരു 10-10 കാണും. അവള് മരിച്ച് ആത്മാവായി ആ വെള്ളച്ചാട്ടം വരെ എത്താൻ വേണ്ട കറക്റ്റ് സമയം. പേപ്പറിൽ ഫോട്ടോയും കൊടുത്തിട്ടില്ല. ആ ജോണേ. ആ സഫറേ, എന്തായി കിട്ടിയോ? അതൊരു ബിമലകുമാരിയുടെ പേരിലെടുത്തിരിക്കുന്ന നമ്പറാണ്. ഒരു ബീഹാർ അഡ്രസ്സിലാണ് സിം എടുത്തേക്കുന്നത്. ഇവിടെ പണിക്ക് വന്ന പോലെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. എന്താ കാര്യം? അല്ല, അങ്ങനെയാണെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് എടുത്തു തരുമോ? എന്താണ്, വല്ല തെരുകട കേസാണോ? അല്ല, ഒരു ആവശ്യമുണ്ട്. മരിച്ചുപോയ ഇങ്ങനെയുള്ള ഒരു നമ്പർ ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടുണ്ട് ഇപ്പോൾ. ഈ കോൺട്രാക്ടർ സൈറ്റിലൊക്കെ ഇപ്പോൾ സ്ഥിരം ആക്സിഡന്റ് അല്ലേ, ആർക്ക് വേണമെങ്കിലും ആ നമ്പർ ഉപയോഗിച്ച് എന്ത് തെരുകട വേണമെങ്കിൽ കാണിക്കാം. ഇങ്ങനെയുള്ള കുറേ കേസുണ്ട് ഇപ്പോൾ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ശരി, ഞാൻ വിളിക്കടാ. എന്താടാ? അതേതൊരു ബിമലകുമാരിയുടെ നമ്പറാണെന്ന്. ബിമലകുമാരിയോ? അവളങ്ങനെ പ്രേതമാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂടാ.
എന്നെ കൊന്നിട്ട് എന്താ കാര്യം? എനിക്ക് അത്രയ്ക്ക് പേടിയടാ, അതാ. ആ SI പൊന്നുസ്വാമി വിചാരിച്ച ഈ ഫിസയുടെ ഒരു ഫോട്ടോ ഒപ്പിക്കാൻ പറ്റില്ലേ? അതൊക്കെ വേണം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ലായിരുന്നു ഇതുവരെ. മാലതി മുഷിയും മീനമ്മയൊക്കെ കണ്ടല്ലോ. പ്രേതമാണെങ്കിൽ അത് പറ്റൂ. നീ ഒന്ന് ചാവാണ്ടിരുന്നേ. എടാ അത് അവളായിരിക്കില്ല. സഫറേ, നിന്നോട് അവള് പറഞ്ഞത് അവൾക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലെന്നല്ലേ? പക്ഷെ എത്ര ലോജിസ്റ്റിക്സ് വെച്ചിട്ടാണ് അവൾ ഉഷയുടെ അടുത്തൊക്കെ സംസാരിച്ചത്. അതാണല്ലോ അവർ വിശ്വസിക്കാനുള്ള കാരണം. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഞാനാണെങ്കിൽ അത് ആലോചിച്ചില്ല. അതൊന്ന് കട്ട് ചെയ്തടാ. എന്തിന്? ഇതാ വിഴിഞ്ഞത്തെ സ്ഥലത്തിൻ്റെ ആളാ. മനുഷ്യനവിടെ പ്രാണവേദന എടുത്തിരിക്കുമ്പോഴാണ് അവൻ്റെ വിഴിഞ്ഞം. അവള് പ്രേതല്ലെന്നറിഞ്ഞാൽ മതി, വേറെ എന്തും ഞാൻ സഹിക്കും. ശരിക്കും ഉഷ പത്രം വായിക്കാത്തോണ്ട് ഇത് കാണുന്നുള്ള ടെൻഷൻ വേണ്ട. അത് ശരിയാ. Control to all stations, Mike. Control. Commissioner order வந்திருக்கு. Local area முழுசா search பண்ணணும். I repeat, any suspect will be arrested immediately. Over. என்ன பிரச்சனை இது? ஒண்ணுமே புரிய மாட்டேங்குது. നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാണെന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാ. ഒന്നാ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചാൽ അവരാ ഫോട്ടോ വെച്ച് തരില്ലേ? நாளைக்கு செஞ்சு கொடுத்தா பரவாயில்லையா? இன்னைக்கு ஒரே டென்ஷனான அட்மாஸ்பியரா இருக்கு. பக்கத்து ஸ்டேஷன்ல ஒரு போலீஸ் ஆபீசரை மர்டர் பண்ணிட்டாங்க. അതൊക്കെ പിന്നെ നോക്കാം. ഇതൊന്നും ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് തരണം പ്ലീസ്. ഇവൻ്റെ ഒരു പഴയ കോളേജ് മേറ്റ് ആണെന്ന് ഡൗട്ടുണ്ട്. ലവ് മാറ്റർ സർ. லவ்வா? ഒന്ന് സ്പീഡാക്കുന്നു, എനിക്ക് നിൽക്കവേ മുടിയാത്. அப்ப அங்க போய் உட்காருங்க, இதை என்னன்னு பார்த்துட்டு வர்றேன். ആരുടെ ലവറാടത്? എന്തായാലും കാര്യം നടന്നില്ലേ? ഗുരുവായൂരപ്പാ, അതവളാവല്ലേ? എടുക്കുന്നില്ല, മതിയല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, അവളങ്ങനെ പ്രേതാണെങ്കിൽ ഞാൻ അപ്പ ശബരിമലയ്ക്ക് പോകാൻ മാറിട്ടാ. എനിക്ക് ധൈര്യം വേണം. கிடைச்சிருச்சு. இந்த பொண்ணான்னு பாருங்க. பிரச்சனை ஒண்ணும் இல்லையே. ഒന്നും കാണുന്നില്ലല്ലോ. போன் ஸ்லீப் மோட்ல போயிடுச்சு. இதுக்கு என்ன பயம்? இந்த பொண்ணான்னு பாருங்க. இந்த பொண்ணா இல்லையா? അല്ല. അല്ല. അല്ല